കെ.എസ്.ആർ.ടി.സി. ബസ്സിൻ്റെ ആനച്ചന്തം കണ്ടാൽ ആരും ഒന്ന് ആഗ്രഹിക്കും, പ്രത്യേകിച്ച് മോഷ്ടാക്കൾ. 2 വർഷം മുൻപ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നും കെ.എസ്.ആർ.ടി.സി. ബസ് ഒരാൾ കടത്തിക്കൊണ്ടുപോയ സംഭവം വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇത് പുനലൂർ ഡിപ്പോയിലാണ്. കഴിഞ്ഞ ദിവസം പുനലൂർ ഡിപ്പോയിൽ നിന്നും ഒരു കെ.എസ്.ആർ.ടി.സി. ബസ് കടത്തിക്കൊണ്ടുപോയി ഒരു ബിരുദൻ. സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 11 മണിയോടെയാണ് ഈ രസകരമായ സംഭവത്തിന് പുനലൂർ സാക്ഷിയാകുന്നത്. തെന്മല ഉറുകുന്ന് ആര്യഭവനിൽ 23 വയസ്സുള്ള ബിനീഷ് കുമാറാണ് ഇപ്പോൾ താരം. അല്പം മദ്യലഹരിയിലായിരുന്ന ബിനീഷ് രാത്രി വീട്ടിലേക്ക് പോകാനായി പുനലൂർ കെ.എസ്.ആർ.ടി.സി. ഡിപ്പോയിലെത്തുന്നു. ഏറെ നേരം കാത്തു നിന്നിട്ടും തെന്മല ഉറുകുന്ന് ഭാഗത്തേക്ക് ബസ്സൊന്നും കിട്ടിയില്ല. പക്ഷേ ബിനീഷിനെ വീട്ടിൽ പോയേ മതിയാകൂ. പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാർട്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു. തൂക്കുപാലത്തിന് സമീപമുള്ള വലിയ പാലത്തിലൂടെ ലൈറ്റിടാതെ വരുന്ന കെ.എസ്.ആർ.ടി.സി. ബസ്സിൽ സംശയം തോന്നിയ ഹൈവേ പോലീസ് TB ജംഗ്ഷനിൽ വണ്ടി തടഞ്ഞു. എന്നാൽ ഈ ബിരുദൻ വണ്ടി നിർത്താനും തയ്യാറായില്ല. എന്നാൽ ഐക്കരക്കോണം ഭാഗത്തേക്ക് പോയി കുറുകെ എത്തിയ പോലീസ് ഓടിച്ചിട്ട് പ്രതിയെ പിടികൂടുകയും ചെയ്തു. കെ.എസ്.ആർ.ടി.സി. പുനലൂർ ഡിപ്പോയിലെ ഒരു ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പാർക്ക് ചെയ്യുന്നത് രാത്രി കാണാതായി. അത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് മോഷണം പോയതായി അറിയാൻ കഴിയും. അപ്പോൾ തന്നെ പോലീസ് വണ്ടിയെയും എടുത്തുകൊണ്ടുപോയ ആളിനെയും അറസ്റ്റ് ചെയ്ത് പോയി കൊണ്ടുവരികയും തുടർ നടപടി എന്നത് കേസെടുക്കുകയുണ്ട്. സംഭവം രസകരമാണെങ്കിലും പുനലൂർ കെ.എസ്.ആർ.ടി.സി. ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ പുനലൂർ പോലീസിൽ വാഹനമോഷണത്തിന് പരാതി നൽകുകയും ചെയ്തു. എന്നോളം കെ.എസ്.ആർ.ടി.സി. അധികൃതരെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പുനലൂർ SHOയ്ക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. മദ്യലഹരിയിലാണോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കെ.എസ്.ആർ.ടി.സി. ബസ് കടത്തിക്കൊണ്ടുപോയ സംഭവം ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ഗൗരവത്തോടെയാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, മൈൻ വിഷൻ TV.